ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. രാമായണ കഥാമൃതം 3-ാം ദിവസത്തിലേക്ക്. കഴിഞ്ഞ ദിവസം രാവണാദികളുടെ ജനന കഥ പറഞ്ഞു. കൈകസി അമ്മയുടെ ദുഃഖം കണ്ടു നിൽക്കാനാവാതെ രാവണനും സഹോദരന്മാരും ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് തപസ് ആരംഭിച്ചു. വളരെ വർഷങ്ങൾ രാവണൻ തപസ് ചെയ്തിട്ടും ബ്രഹ്മാവ് പ്രീതിപ്പെട്ടില്ല. ഓരോ ദിവസം തൻ്റെ 10 തിലകളിൽ ഓരോ തല അറുത്ത് ഹോമിച്ചും രാവണൻ തപസ് ചെയ്തു. എന്നിട്ടും ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. ഒടുവിൽ പ്രധാന ശിരസ് വെട്ടാനായിട്ട് വാളുയർത്തിയപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഒടുവില് ബ്രഹ്മാവ് വശംവദനാവുകയാണ്. രാവണന്റെ തപസ് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകനാശത്തിന് വേണ്ടിയിട്ടാണ്. തമോ ഗുണ പ്രധാനിയായിരിക്കുന്ന രാവണന് അവൻ ആഗ്രഹിക്കുന്ന വരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിന് മുഴുവനും നാശം ഉണ്ടാക്കുമെന്ന് ബ്രഹ്മാവിന് വളരെ ഭംഗിയായിട്ടറിയാം. പക്ഷേ ഒടുവിൽ ഗത്യന്തരമില്ലാതെ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ബ്രഹ്മാവ് ഇഷ്ടവരം രാവണന് നൽകുന്നത്. രാവണൻ ചോദിച്ച വരം ഇപ്രകാരമായിരുന്നു: 3 ലോകങ്ങളിലുള്ള ദേവ ഗന്ധർവ കിന്നര കിംപുരുഷ നാഗന്മാരോ അസുരന്മാരോ യക്ഷ ദക്ഷ രാക്ഷസന്മാരോ പക്ഷി മൃഗാദികളോ ആരും തന്നെ വധിക്കരുത്. സർവലോകവും താൻ ജയിക്കണം. തനിക്ക് മരണം വേണമെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു മനുഷ്യനാൽ മാത്രമേ വധിക്കപ്പെടാൻ പാടുള്ളൂ. ബ്രഹ്മാവ് ഈ വരം കേട്ട് ഭഗവാനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഭഗവാൻ എന്താണ് ചെയ്യാൻ സാധ്യമല്ലാത്തത്? അങ്ങനെ ബ്രഹ്മാവ് ആ ഇഷ്ടവരം തന്നെ അദ്ദേഹത്തിന് നൽകി. അതുപോലെ കുംഭകർണനോടും എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. നിർദേവത്വം എന്ന് പറയാനാണ് കുംഭകർണൻ ഒരുങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും വികട സരസ്വതി നാവിന്മേൽ പ്രത്യക്ഷപ്പെടുകയും കുംഭകർണന്റെ നാവിൽ നിന്ന് നിദ്രാവത്വം എന്നായി പോവുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവ് നിനക്ക് നിദ്രാവത്വം ഉണ്ടാകട്ടെ, അതായത് ദീർഘകാലം നീ ഉറങ്ങിക്കൊള്ളുക എന്ന വരമാണ് അബദ്ധവശാൽ കുംഭകർണന് പറയാൻ അല്ലെങ്കിൽ ചോദിക്കാൻ തോന്നിയത്. 3-ാമതായി വിഭീഷണനോടും വരം ചോദിച്ചു. ധർമ്മചിന്തയോടും ദേവഭക്തിയോടും കൂടി ഒരു കാലത്തും പാപകർമ്മങ്ങളിൽ അകപ്പെടാൻ ഇടയാകാതെ എന്നെന്നും സദാചാര നിരതനായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് വിഭീഷണൻ അപേക്ഷിച്ചത്. ബ്രഹ്മാവ് പറഞ്ഞു, ധർമ്മനിഷ്ഠനായി ദേവഭക്തനായി സദാചാര നിരതനായി കലിയുഗ ആരംഭം വരെ അനവധി സഹസ്രവർഷം നീ ജീവിക്കുക. അനന്തരം നീ സായുജ്യം അടഞ്ഞുകൊള്ളുക. ഇങ്ങനെ 3 വരം നൽകി ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. ഈ വരബലത്തിന്റെ അഹങ്കാരത്തിലാണ് പിന്നീട് രാവണൻ രാക്ഷസകുലം ഈ ഭൂമിയിൽ 3 ലോകങ്ങളില് തങ്ങളുടെ അധർമ്മ പ്രവർത്തികൾ തുടങ്ങിയത്. ആദ്യം തന്നെ തന്റെ ലങ്ക കുബേരനെ അവിടെ നിന്ന് അടിച്ചോട്ടിച്ച് രാവണൻ തിരിച്ചു പിടിച്ചു. കുബേരന്റെ സ്വന്തമായിരുന്ന എല്ലാം, ആ പറക്കുന്ന വിമാനം അടക്കം, പുഷ്പക വിമാനം അടക്കം രാവണൻ സ്വന്താക്കി. മാത്രമല്ല ഭൂമിയിലെ 3 ലോകങ്ങളിലെയും ഉള്ള എല്ലാരെയും ആക്രമിക്കുക, അധികാരത്തിന് വേണ്ടിയിട്ട് പല ദുഷ്കർമ്മങ്ങളും ചെയ്യുക. പ്രത്യേകിച്ചും സ്ത്രീ ലംബടനായിരുന്നു രാവണൻ. സ്ത്രീകളെ ഉപദ്രവിക്കുക, ഭർതൃമതികളായ സ്ത്രീകളെ പോലും നശിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും ഒരു കാരുണ്യം പോലും കാണിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു രാവണൻ. വേദവതി എന്ന സാത്വികയായ സ്ത്രീയെ ഉപദ്രവിക്കാൻ ചെല്ലുകയും അവരുടെ ശാപം കൊണ്ട് ഇനി നീ ഏത് സ്ത്രീയാണോ അവരുടെ സമ്മതമില്ലാതെ തൊട്ടാല് നിന്റെ എല്ലാ നിന്നെ നാശമായിരിക്കും, സർവനാശമായിരിക്കും, നിന്നൊക്കെ ഉടനടി തല പൊട്ടി ചിന്നിച്ചിതറി നീ മരിക്കും. ഇങ്ങനെയുള്ള പല ശാപങ്ങളും സ്ത്രീകളിൽ നിന്ന് സ്വായത്തമാക്കിയ ആളായിരുന്നു രാവണൻ. അങ്ങനെ രാവണൻ ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ മരണദേവനായ യമധർമ്മനെ പോലും വെല്ലുവിളിക്കാനുള്ള ആ ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഈ വരബലത്തോടു കൂടി ഉണ്ടാവുകയാണ്. ഇനിയും രാവണന്റെ കുറെ ചെയ്തികളുണ്ട്, അത് വഴി പോലെ പറഞ്ഞു തരാം. അങ്ങനെ ഈ രാവണനും അദ്ദേഹത്തിന്റെ രാക്ഷസ കൂട്ടങ്ങളും ഈ ഭൂമിയിൽ വളരെ ദുഷ്ടകൃത്യങ്ങൾ ഇങ്ങനെ ഒരുപാട് അധാർമികമായ കാര്യങ്ങൾ ചെയ്തു വന്നു. ഭൂമിദേവി
വ്യസനത്തോടു കൂടിയിട്ടാണ് ബ്രഹ്മദേവനെ സമീപിക്കുന്നത്. അങ്ങനെ ബ്രഹ്മദേവനും എല്ലാ ദേവന്മാരും കൂടി ചേർന്നിട്ട് ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാനെ വണങ്ങി രാവണന്റെ പരാക്രമത്തെയും അത് കാരണത്താൽ ലോകത്തിന് വന്നു ചേർന്ന ആപത്തിനെയൊക്കെ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാവില്ല എന്നൊരു വരം താൻ കൊടുത്തിട്ടുണ്ടെന്നത് ഭഗവാൻ അറിയാലോ. അതിനാൽ മനുഷ്യനൊഴിച്ച് ആർക്കും രാവണനെ വധിക്കാൻ സാധിക്കുകയില്ല എന്നത് ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ് ബ്രഹ്മാവ്. എന്നാൽ മനുഷ്യൻ ആരാണ്? ദുർബലനാണ്. ദുർബലനായ മനുഷ്യന് അത്യന്ത പ്രബലനായ രാവണൻ എന്ന രാക്ഷസനെ കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവന്റെ ദുഷ്ടരായിട്ടുള്ള അനുയായികളെ, ആ രാക്ഷസന്മാരെ എല്ലാം കൊന്ന് ജഗത്തിനെ രക്ഷിക്കണം. ഇതാണ് ഒടുവിൽ ബ്രഹ്മദേവൻ തന്റെ അപേക്ഷയായിട്ട് ഭഗവാനോട് സമർപ്പിക്കുന്നത്. ബ്രഹ്മാവിന്റെ വാക്കുകളെല്ലാം ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് സശ്രദ്ധം കേട്ടിരുന്നു. എന്നിട്ട് ആ അപേക്ഷ അംഗീകരിക്കുകയാണ് ഭഗവാൻ. പണ്ട് കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോ ഒരു പ്രാവശ്യമെങ്കിലും തൻ്റെ പുത്രനായി ഭഗവാൻ ജനിക്കുമോ എന്നൊരപേക്ഷ അന്ന് ആഗ്രഹിച്ചു കശ്യപർ. എന്നോ ഒരു ജന്മത്തിൽ ആഗ്രഹിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ ജന്മത്തിൽ അയോധ്യയിൽ ദശരഥൻ എന്ന രാജാവായി ജനിച്ച് ജീവിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനായി ഞാൻ തന്നെ 4 സ്വരൂപങ്ങളിൽ അവതരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യത്തെയും ഈ ജഗത്തിന്റെ ആവശ്യത്തെയും ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയെയും ഒരുപോലെ നിറവേറ്റും എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു. മാത്രല്ല, ഭഗവാന്റെ ഈ അവതാരത്തിൽ ഭഗവാനെ സഹായിക്കാനായിട്ട് ദേവന്മാർ വാനരന്മാരായി ജനിച്ച് എൻ്റെ വരവിനെ നിങ്ങൾ കാത്തിരിക്കുകയും വേണമെന്നും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു. ഇങ്ങനെയാണ് രാമാവതാരത്തിന് ഹേതുവായ കാര്യങ്ങൾ ഉണ്ടായത്. ഇനിയാണ് രാമാവതാരം ആരംഭിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ ദുഷ്ടന്മാര്, കള്ളന്മാര്, അധർമ്മികള് ഇവരൊക്കെ വർദ്ധിക്കുമ്പോൾ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഒക്കെ അവർ ഉപദ്രവമാണ്. പക്ഷെ അപ്പോഴൊക്കെ സങ്കടപ്പെടുന്നത് ആരാണെന്നറിയാമോ? ആ ആവലാതി പറഞ്ഞ് വേദനിക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ അമ്മ. നമ്മളെ ഗർഭത്തിൽ ധരിച്ച സ്ത്രീ മാത്രമല്ല നമ്മുടെ അമ്മ, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ അമ്മ എന്ന് പറയുന്നത് ഈ ഭൂമിദേവിയാണ്. ഭൂമിദേവി ഭഗവാനോട് പറയുന്നത്, എൻ്റെ മുകളിൽ കാല് വെക്കുന്നത് സജ്ജനങ്ങൾ മാത്രമാകണം. ഭഗവാനെ ഓർക്കാത്ത, ഭഗവാനെ അറിയാത്ത, ഭഗവാനെ നിഷേധിക്കുന്ന ഈശ്വര വിദ്വേഷികള് എന്നെ തലയിൽ ചവിട്ടുന്നത് പോലെ, അത് അവരെൻ്റെ സന്താനങ്ങളായിരുന്നാൽ പോലും അതെനിക്ക് ഇഷ്ടമല്ല എന്നതാണ് ഭൂമിദേവിയുടെ പ്രാർത്ഥന. അപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ, സജ്ജനങ്ങളുടെ സങ്കടങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതൽ മനസ്സിലാക്കുന്നത് ഭൂമിദേവിയാണ്. ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും. അധർമ്മം വർദ്ധിച്ചാൽ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കും. ധർമ്മമാണ് ഭൂമിയിൽ വിഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. ധാർമ്മികമായി ജീവിക്കുന്ന ആളുകൾ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയും, അധാർമികമായി ജീവിക്കുന്ന ആളുകൾ വർദ്ധിക്കുമ്പോൾ ദുർഭിക്ഷയും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. വിഭവങ്ങൾ ക്ഷയിക്കുക എന്നത് ആർക്കും നല്ലതായിട്ടുള്ള കാര്യമല്ല. അതാണ് ഭൂമിയുടെ താപത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് സമ്പൽ സമൃദ്ധമായ ഭൂമി ഉണ്ടാകണമെങ്കിൽ ധർമ്മ ആചരണമാണ് ഏറ്റവും ഉത്തമമായ മാർഗം. സൃഷ്ടി ആധ്യാത്മികം, ആദിഭൂതം, ആദിദൈവികം എന്നിങ്ങനെ 3 തരത്തിലാണ്. ഭൂമി അതിഭൂതവും ജീവികളുടെ മനസ്സ് ആധ്യാത്മികവും ബ്രഹ്മദേവൻ അതിദൈവവുമാണ്. അവ 3ഉം 3അല്ല, ഒന്നിൻ്റെ തന്നെ 3 സ്വരൂപം മാത്രമാണ്. അപ്പോൾ ഒന്ന് തപിക്കുമ്പോൾ മറ്റ് 2ഉം തപിക്കാൻ ഇടവരുന്നു. ദുഷ്ടന്മാരും അധർമ്മവും വർദ്ധിക്കുമ്പോൾ ജീവികളുടെ മനസ്സ് വേദനിക്കുന്നു. മനസ്സ് ആധ്യാത്മികമാകയാൽ മനസ്സിന്റെ ആ താപം അതിഭൂതമായ ഭൂമിയെയും അതിദൈവമായ ബ്രഹ്മദേവനെയും ബാധിക്കുന്നു.
പ്രാണന്റെ ചലനത്തിൽ കൂടിയാണ് സത്വഗുണം വർദ്ധിക്കുന്നത്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ആസുരങ്ങളും രാക്ഷസങ്ങളുമായ ധർമ്മങ്ങൾ ഇല്ലാതെയാകുന്നു. ഒരു ഭക്തന്റെയും യോഗിയുടെയും ജ്ഞാനിയുടെയും സാധാരണ ഒരാളുടെയും ശരീരത്തിലെ പ്രാണചലനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവങ്ങൾക്കും ഒക്കെ മാറ്റം ഉണ്ടാകുന്നത്. സത്വഗുണം വർദ്ധിക്കാൻ പറ്റുന്ന തോതിലുള്ള ലാവണം ഒരാളുടെ പ്രാണചലനം ഏതു രൂപത്തിലെങ്കിലുമുള്ള ആധ്യാത്മിക ജീവിതം കൊണ്ട് മാത്രമേ ഒരുവനിൽ സത്വഗുണം ഉണ്ടാവുകയുള്ളൂ. പാൽക്കടലിൽ കിടക്കുന്ന ഭഗവാനെ തേടിയുള്ള പോക്ക് അതിന്റെ സൂചനയാണ്. സത്വഗുണത്തെ പാൽ സമുദ്രമായും ആ ക്ഷീരസാഗരമായും പ്രാണനെ വിഷ്ണു ദേവനായും ഇവിടെ ഉപന്യസിച്ചിരിക്കുന്നു എന്നു മാത്രം. അപ്പോ സത്വഗുണത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ അവന്റെ തന്നെ ഉള്ളിലുള്ള ആസുരീയമായിട്ടുള്ള അധാർമികമായിട്ടുള്ള വികാര വിചാരങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു. അതിനുവേണ്ടി നമ്മൾ തന്നെ തേടി പോകേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. ഇനി കഥയിലേക്ക് പ്രവേശിക്കാം. കോസല രാജ്യത്തിൽ പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയും. ഒരിക്കലും മറ്റുള്ളവരാൽ കൈയേറപ്പെടാതെ പരമ്പരാഗതമായി ഇക്ഷ്വാകു വംശജരാകുന്ന ആളുകളുടെ പരിരക്ഷിതയും പരിപുഷ്ടയുമായിരുന്നു അയോധ്യ. അവിടെ ഒരിക്കൽ ദശരഥൻ എന്ന പ്രസിദ്ധനായ രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവജന്മാണ് കശ്യപ പ്രജാപതി. ഒരേ സമയത്ത് 10 തേരിലിരുന്ന് 10 ദിക്കിലേക്കും സഞ്ചരിക്കാനോ യുദ്ധം ചെയ്യാനോ കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് ഉണ്ടായത്. കൈയൂക്കുകൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല കേട്ടോ, സ്വർഗാദി അന്യലോകങ്ങളിൽ പോലും പ്രസിദ്ധനായിരുന്നു. ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്ന അദ്ദേഹത്തിന് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്: കൗസല്യ, കൈകേയി, സുമിത്ര. ആദ്യം കൗസല്യയാണ് പട്ടമഹർഷിയായി വിവാഹം കഴിച്ചത്. അതിൽ സന്താനങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല. പിന്നീട് സുമിത്രയെ വിവാഹം കഴിച്ചു. അതിലും സന്താനമുണ്ടായില്ല. അവസാനമായിട്ട് വാർദ്ധക്യ ദശയിലാണ് കൈകേയിയെ വിവാഹം കഴിച്ചത്. എന്നാൽ അവരിലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. രാജാവ് പുത്രദുഃഖം കൊണ്ട് ആർത്തനായിട്ട് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് തൻ്റെ ഈ ദുഃഖത്തിന് എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാക്കി തരണമേ എന്ന് അപേക്ഷിച്ചു. അദ്ദേഹമാണ് രാജാവിനോട് അശ്വമേധ യാഗം നടത്താനായി നിർദ്ദേശിച്ചത്. അങ്ങനെ മഹാജ്ഞാനിയും പ്രഭാവശാലിയും ബ്രഹ്മനിഷ്ഠനുമായ ഋഷിശൃംഗ മഹർഷിയുടെ പൗരോഹിത്യത്തിൽ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി. അഗ്നികുണ്ഡത്തിൽ നിന്നും ലഭിച്ച പായസത്തിന്റെ ഭുക്തി കൊണ്ട് അധികം താമസിയാതെ 3 രാജ്ഞിമാരും ഗർഭിണികളായി. സീമന്തം, പുംസവനം ആദിയായ സൽക്കർമ്മങ്ങളെല്ലാം യഥാകാലം ദശരഥൻ നടത്തി. ദശരഥ പത്നിമാരുടെ ഗർഭം പൂർണ്ണതയിലെത്തി. പ്രസവകാലം ആസന്നമായി. മേടമാസം സീതപക്ഷ നവമി പക്കം പുണർദം നക്ഷത്രത്തിൽ ചതുർത്ഥപാദത്തിൽ ആദിത്യൻ മേടത്തിലും വ്യാഴം കർക്കിടകത്തിലും ശനി തുലാത്തിലും ചൊവ്വ മകരത്തിലും ശുക്രൻ മീനത്തിലും അങ്ങനെ പഞ്ചഗ്രഹങ്ങൾ ഉച്ചം പ്രാപിച്ചും ചന്ദ്രൻ സ്വക്ഷേത്രം പ്രാപിച്ചും ബുധൻ നീചഭംഗ ചക്രവർത്തി യോഗം പ്രാപിച്ചു നിൽക്കുമ്പോൾ മധ്യാഹ്ന സമയം അഭിജിത് മുഹൂർത്തത്തിൽ കർക്കടക ലഗ്നം കൊണ്ട് ലോകൈകനാഥനായ ഭഗവാൻ കൗസല്യാനന്ദനായി പുണ്യാവതാരം പൂണ്ട് ഭൂജാതനായി. ആ സമയത്ത് വൃന്ദാരക വൃന്ദങ്ങൾ മലർമാരി ചൊരിഞ്ഞു. നാരദൻ നാരായണ നാമം ജപിച്ച് വീണ വായിച്ചുകൊണ്ട് ആനന്ദ നൃത്തം തുള്ളി. ഗന്ധർവ കിന്നരാദികൾ ഭഗവത് സ്തോത്രങ്ങൾ പാടി വാദ്യഘോഷങ്ങൾ മുഴക്കി. സജ്ജനങ്ങളുടെ ഹൃദയമലരുകൾ ആനന്ദ മകരന്തം വീണ് കുളിർക്കുകയും ദുർജനങ്ങളുടെ കരാളകരളുകൾ ഭീതി കൊണ്ട് ത്രസിക്കുകയും ചെയ്തു. ശംഖചക്ര ഗദാപത്മങ്ങൾ അടങ്ങിയ 4 തൃക്കൈകളോടും നവരത്ന ഖചിതമായ മണിക്കിരീടമോടും കാർമുകിലത്ത് ചാരു ചിഗുര ഭാരത്തോടും അഴകിയെന്ന നിലാള കച്ചുരുളുകളോടും കരുണാമൃതം വഴിഞ്ഞൊഴുകുന്ന നീലായത കുവലയ വിലോചനങ്ങളോടും മകരകുണ്ടലങ്ങൾ വിളങ്ങി നിൽക്കുന്ന കുളിർ ഗണ്ഡമണ്ഡലങ്ങളും തിരുവക്ഷത്തിൽ ശ്രീവത്സമെന്ന വൈഷ്ണവ മറുകോടും വനമാല തുളസിമാല തുടങ്ങിയ മാല്യങ്ങളോടും ഇടകലർന്ന് ശോഭിക്കുന്ന കൗസ്തുഭ രത്നഹാരത്തോടും കാഞ്ചന കേയൂരത്തോടും പൂർണ്ണ ചന്ദ്രനെ വെല്ലുന്ന അരവിന്ദ സുന്ദര വദനത്തോടും അതിൽ തഞ്ചി വിളങ്ങുന്ന ഭഗവാന്റെ ആ മധുരമായ പുഞ്ചിരിയോടും
മഞ്ഞപ്പൂ പട്ടുടുത്ത് അതിൻ്റെ മീതെ അണിഞ്ഞിരിക്കുന്ന കാഞ്ചി നൂപുരാതി കാഞ്ചിന വിഭൂഷണങ്ങളോടും മധ്യാഹ്ന സൂര്യനെ മയക്കുന്ന ഉജ്ജ്വല തേജസ്സോടും കൊണ്ടൽ വർണ്ണം പൂണ്ട മേനിയോടും കൂടി ഭഗവാന്റെ ആ രൂപം കണ്ട് പരമാനന്ദ ലഹരിയിൽ മുഴുകി ബോധമറ്റവളെ പോലെ കൗസല്യാമ്മ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. പെട്ടെന്ന് അവളിൽ വിഷ്ണുമായ പ്രവേശിച്ച് സർവവും വിസ്മൃതമാക്കി. അമ്മ കണ്ണു തുറന്നു. അരികത്ത് ഒരു കോമള പൂപ്പൈതൽ കൈകാലുകൾ കുടഞ്ഞ് കിടന്ന് കരയാണ്. കൗസല്യയുടെ പ്രസവം ആരും അറിഞ്ഞില്ല. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തി പരിചരണം ആരംഭിച്ചു. പുത്രജനനം ദശരഥൻ അറിഞ്ഞു. പിന്നെ കൊട്ടാരത്തിലുണ്ടായ ആനന്ദ പ്രകടനങ്ങൾ ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല. താൻ കണ്ട ഭഗവാന്റെ ആ ദിവ്യ ദർശനം അത് കൗസല്യാമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മായയുടെ വൈഭവത്താൽ കൗസല്യ മറന്നുപോവുകയും ചെയ്തു. അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയിയും ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതിന്റെ പിറ്റേ ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര 2 ആൺകുട്ടികളെ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു. ദശരഥ മന്നന് മനോരഥം പോലെ മനോഹരന്മാരായ 4 കുമാരന്മാർ സംജാതരായി. ശ്യാമള നിറം പൂണ്ട കോമള കളേബരനായ കൗസല്യാനന്ദനന് രാമനെന്നും ഭരണശേഷിയുള്ളവനെന്ന മുഖഭാവം കൊണ്ട് ദ്യോതിപ്പിച്ച കൈകേയി പുത്രന് ഭരതനെന്നും ലക്ഷണയുക്തനായി കാണപ്പെട്ട സുമിത്രാസൂനുവിന് ലക്ഷ്മണനെന്നും ശത്രുഹനന ശക്തനെന്ന് പ്രസരിപ്പ് കൊണ്ട് തോന്നിച്ച സുമിത്രാപുത്രന് ശത്രുഘ്നെന്നും നാമകരണവും ചെയ്തു. അങ്ങനെ ഭഗവാൻ അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രത്വേന കൗസല്യാദി 3 രാജ്ഞിമാരിൽ കൂടെ 4 സ്വരൂപത്തിൽ അവതരിച്ചു. ജനിച്ചത് മുതൽ തന്നെ മറ്റു 3 പേരെക്കാൾ മുന്നിലായിരുന്നു ശ്രീരാമൻ. സ്വാഭാവികമായും ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജാവിന്റെ ഇഷ്ടപുത്രനായി മാറി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ലക്ഷ്മണന് രാമനോട് വളരെ വലിയ അടുപ്പമുണ്ടായിരുന്നു. ലക്ഷ്മണനില്ലാതെ ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ ശ്രീരാമൻ കൂട്ടാക്കിയിരുന്നില്ല. ശ്രീരാമൻ നായാട്ടിന് പോയപ്പോഴൊക്കെ ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. ശത്രുഘ്നനും ഭരതനും ഇതുപോലെ വേർപെടുത്താനാവാത്ത വിധം അടുപ്പമുള്ളവരായിരുന്നു. 4 പേരും തങ്ങളുടെ പഠനമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ദശരഥൻ കുടുംബ പുരോഹിതനായ വസിഷ്ഠ മുനിയോട് അവരുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഒരു ദിവസം ആ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ ആനയിക്കാനായി ദശരഥനും വസിഷ്ഠനും തങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. വിശ്വാമിത്രനെ വേണ്ടും വേണം ആദരിച്ച് ആനയിച്ച ശേഷം ദശരഥൻ അദ്ദേഹത്തെ രാജസദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ സിംഹാസനത്തിലിരുത്തി. ദശരഥൻ വിശ്വാമിത്രനോട് പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, ജനന മരണ ചക്രത്തെ തരണം ചെയ്യാനുള്ള അങ്ങയുടെ പരിശ്രമം വിജയം കൈവരിക്കട്ടെ. അങ്ങയുടെ ഈ വരവ് എനിക്ക് ലഭിച്ച സമ്മാനം തന്നെയാണ്. ഇത് ഒരുവന് അമൃത് ലഭിക്കുന്നത് പോലെയും കൊടും വരൾച്ചയ്ക്കു ശേഷം ലഭിക്കുന്ന പേമാരി പോലെയും സന്താന ഭാഗ്യമില്ലാത്തവന് പുത്രൻ ജനിക്കുന്നത് പോലെയും കളഞ്ഞുപോയ നിധി തിരിച്ചു കിട്ടിയതുപോലെയും ഉത്സവ സമയത്തുണ്ടാകുന്ന സന്തോഷം പോലെയുമാണ്. അങ്ങനെ ദശരഥൻ സുഖവിവരങ്ങളെല്ലാം മുനിയോട് ആരാഞ്ഞു. ദശരഥ മഹാരാജാവിന്റെ ഈ സ്വാഗതത്തിൽ തന്നെ മുനി തൃപ്തനായി മാറി. അദ്ദേഹം വലിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന് ദശരഥ മഹാരാജാവിന്റെ സഹായം അഭ്യർത്ഥിക്കാനായിരുന്നു വന്നത്. താൻ ഒരു വലിയ യജ്ഞം നടത്തുകയാണ്. ആ യജ്ഞത്തിന്റെ സമാപ്തിയിലെത്താനായപ്പോൾ മാരീചൻ, സുബാഹു തുടങ്ങിയ പേരുള്ള രാക്ഷസന്മാർ രക്തവും മാംസവും യാഗശാലയിൽ വീഴ്ത്തിക്കൊണ്ട് യജ്ഞത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഈ ദുഷ്ടരാക്ഷസന്മാർ എന്നെ യാഗം ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്റെ യാഗശാലയെ അവർ മലിനമാക്കുന്നു. ആ രാക്ഷസന്മാരെ വധിക്കാനായി അങ്ങയുടെ ധീരപുത്രനായ ശ്രീരാമനെ എൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിതൃവാത്സല്യത്താൽ എൻ്റെ അപേക്ഷയെ അങ്ങ് പൂർത്തീകരിക്കാൻ മടിക്കരുത്. വിശ്വാമിത്രന്റെ ഈ വാക്കുകൾ കേട്ട ദശരഥന്റെ നെഞ്ചു തുളച്ചു കയറി. മഹാരാജാവിന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. രാജാവ് പറഞ്ഞു, സൈനികാഭ്യാസം പൂർത്തിയാക്കാത്ത രാമൻ ഒരു യുദ്ധമുഖവും ഇതുവരെ കണ്ടിട്ടില്ല. അവന് വെറും 16 വയസ്സേ ഉള്ളൂ. ആയതിനാൽ അനുഭവ സമ്പത്തില്ലാത്ത എൻ്റെ പുത്രനെ നൽകണമെന്ന് അഭ്യർത്ഥിക്കരുത്. അപ്പോ വിശ്വാമിത്രൻ പറയുന്നു, രാക്ഷസ രാജാവായ രാവണൻ ഭൂലോകത്തെ മുഴുവൻ ഉപദ്രവിക്കാണിപ്പോൾ. യജ്ഞങ്ങൾ മുടക്കാൻ സ്വയം തുനിഞ്ഞിറങ്ങാത്തപ്പോൾ അയാൾ ഈ 2 രാക്ഷസന്മാരെ ഉപയോഗിച്ച് ഈ താപസന്മാരെ ഒക്കെ ഉപദ്രവിക്കുകയാണ്.
രാവണൻ എന്നുള്ള പേരും കൂടി ശ്രവിച്ചതും ദശരഥ മഹാരാജാവ് വല്ലാതെ തളർന്നുപോയി. രാവണനോട് യുദ്ധം ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല. ഈ പറഞ്ഞ 2 രാക്ഷസന്മാരെ പോലും എനിക്കോ എൻ്റെ പുത്രനോ ജയിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ അപേക്ഷ എനിക്ക് നിറവേറ്റാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ദശരഥൻ എങ്ങനെയെങ്കിലും പിന്മാറാൻ നോക്കുന്നു. ശോകത്താൽ ബുദ്ധിഭ്രമം സംഭവിച്ച മഹാരാജാവ് വിശ്വാമിത്രന്റെ അപേക്ഷയെ നിരസിച്ചുകൊണ്ട് പരസ്പര ബന്ധമില്ലാതെ പോലും സംസാരിക്കാൻ തുടങ്ങി. അപ്പോ കോപത്തോടുകൂടി വിശ്വാമിത്രൻ പറഞ്ഞു, മൂഢനായ രാജാവേ, അങ്ങയുടെ മര്യാദ കെട്ട ഈ പ്രവൃത്തി രഘുവംശത്തിന്റെ ഉന്മൂല നാശത്തിന് കാരണമാകും. എന്റെ ആവശ്യം നിറവേറ്റാമെന്ന് വാക്ക് തന്ന അങ്ങിപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിയുന്നോ? രഘുവംശത്തിൽ ആരും ഇതിനു മുമ്പ് ബ്രാഹ്മണരോട് ഈ വിധം പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് ഈ നിന്ദ്യമായ സ്ഥലത്ത് നിന്ന് ഞാനിതാ യാത്രയാകുന്നു. വിശ്വാമിത്രൻ പെട്ടെന്ന് കോപിക്കുന്ന ആളാണ്. ഈ കോപം ഭൂമി കുലുങ്ങാൻ തുടങ്ങി. സ്വർഗത്തിലെ ദേവന്മാർ പോലും ഈ കോപം കൊണ്ട് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോ ഈ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ വസിഷ്ഠ മുനി പെട്ടെന്ന് തന്നെ ദശരഥ സമക്ഷത്തിലെത്തി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങു നേടിയ സുഹൃത്തത്തെ ധർമ്മ പരിത്യാഗത്താൽ ഇല്ലാതെയാക്കരുത്. അതുകൊണ്ട് ആ മുനിയോടുള്ള വാക്ക് പാലിക്കുക. അങ്ങ് പുത്രനായ രാമനെ വിശ്വാമിത്രനോടൊപ്പം അയക്കണം. ഒട്ടും ഭയക്കേണ്ടതില്ല. വിശ്വാമിത്രൻ രാജാവായിരുന്ന കാലത്ത് ദക്ഷപുത്രിമാരായ ജയ, സുപ്രഭ എന്നിവരിൽ നിന്നും ലഭിച്ച ദിവ്യമായ ആയുധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. ശിവനിൽ നിന്ന് അദ്ദേഹത്തിന് ചില ദിവ്യമായ ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ആയുധങ്ങളും അസുര നിഗ്രഹത്തിന് വേണ്ട വീര്യവും ശക്തിയും ഒക്കെ അദ്ദേഹം രാമന് നൽകും. വിശ്വാമിത്രൻ ഈ രാക്ഷസന്മാരെ വധിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അദ്ദേഹം രാമന്റെ സഹായം തേടുന്നത് അങ്ങയുടെ ഈ പുത്രന്റെ കീർത്തി വർദ്ധിപ്പിക്കാനായിട്ടാണ്. ഇതൊക്കെ ഗുരുവായ വസിഷ്ഠനിൽ നിന്ന് കേട്ടതോടെ ദശരഥ മഹാരാജാവിന്റെ ഭയം മാറി. അദ്ദേഹം മനോനിയന്ത്രണം വീണ്ടെടുത്ത് ശാന്തനായിട്ടിരുന്നിട്ട് ശ്രീരാമനെ വിളിപ്പിച്ചു രാജ്യസഭയിലേക്ക്. എന്നിട്ട് ശ്രീരാമനോടൊപ്പം ലക്ഷ്മണനെയും കൂടി വിശ്വാമിത്രന്റെ കൂടെ അദ്ദേഹത്തിന്റെ യജ്ഞത്തിന്റെ പരിസമാപ്തിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് അവർ പുറത്തിറക്കുമ്പോൾ തന്നെ ആകാശത്ത് നിന്ന് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പോലും ഉണ്ടാവുകയാണ്. എന്നാൽ വിശ്വാമിത്രൻ എന്തിനാണ് ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, വിദേഹപുത്രിയും അയോനിജയുമായ സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ ശ്രീരാമചന്ദ്രനോട് കൂട്ടിയോജിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ രാജകുമാരന്മാരുമായി വിശ്വാമിത്രൻ കാനനമാർഗേ സഞ്ചരിക്കുകയാണ്. യാത്രാക്ഷീണം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പല കഥകളും വിശ്വാമിത്രൻ കുമാരന്മാരെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ശ്രേഷ്ഠന്മാരായ സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളായിരുന്നു അധികവും പറഞ്ഞത്. അങ്ങനെ തങ്ങളുടെ പൂർവികന്മാരുടെ മഹത് കഥകൾ കേട്ടും രസിച്ചും ആരണ്യ ലാവണ്യം കണ്ട് ആനന്ദിച്ചും അവർ സരയൂ നദീതീരത്തുകൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. കാമവനം വിശ്വാമിത്രൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാമവനം എന്ന് പറഞ്ഞാൽ പണ്ട് ദക്ഷയാഗത്തിൽ ശിവപത്നിയായ സതീദേവി യോഗാഗ്നിയിൽ ദഹിച്ചതിന് ശേഷം പരമശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന, വൈരാഗിയായി തപസ് ചെയ്തുകൊണ്ടിരുന്ന പുണ്യ സ്ഥലമാണത്. ഇവിടെ വെച്ചിട്ടാണ് സമാധിയിൽ ലയിച്ചിരുന്ന ശിവനെ ഉണർത്തുവാനായി കാമദേവൻ മലർ ബാണങ്ങൾ പൊഴിച്ചത്. അങ്ങനെ മുക്കണ്ണൻ കണ്ണു തുറന്ന് കാമദേവനെ ചുട്ടുകരിച്ചു. അതും ഇവിടെ വെച്ച് തന്നെയാണ്. അതുമൂലം മാത്രമേ ആ സ്ഥലത്തിന് കാമവനം എന്നുള്ള പേര് സിദ്ധിച്ചത്. അവിടെ ഒരു ആശ്രമം ഉണ്ടായി, അതിന് കാമാശ്രമം എന്നും പേര് സിദ്ധിച്ചു. യാത്രക്കാരായ മഹർഷിമാര് ഈ ആശ്രമം ഒരു വിശ്രമ സങ്കേതമായിട്ടാണ് കാണുന്നതെന്നും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തു. വിശപ്പും ദാഹവും ഒന്നുമില്ലാതെ തങ്ങളുടെ നീണ്ട യാത്ര തുടങ്ങാനായിട്ട് ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ ബല, അതിബല എന്നുള്ള 2 അത്ഭുത സിദ്ധിയുള്ള മന്ത്രങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രങ്ങൾ ജപിച്ചാൽ പിന്നെ വിശപ്പും ദാഹവും ഒന്നും അനുഭവിക്കപ്പെടുകയില്ല. അന്ന് രാത്രിയിൽ കുമാരന്മാരുമൊത്ത് നദീതീരത്തുള്ള പുൽത്തകിടിയിൽ ശയിച്ച് അദ്ദേഹവും സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ സന്ധ്യാകർമ്മങ്ങൾക്ക് ശേഷം അവർ ഗംഗാനദി കടന്ന് അക്കരെ എത്തി. പിന്നെയും മുമ്പോട്ട് നടക്കുമ്പോൾ താടക എന്ന ഭയങ്കരമായ രാക്ഷസി വസിക്കുന്ന ഘോരവനത്തിലെത്തി. താടകയെ ഭയന്ന് ആരും ആ വഴി പോവുക പതിവില്ല. അങ്ങനെയുള്ള ആ ഭയങ്കരമായ രാക്ഷസിയെ കുറിച്ചിട്ട് വിശ്വാമിത്രൻ
രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആകൃതി കൊണ്ട് മാത്രമാണ് അവൾ ഒരു സ്ത്രീ. അവളുടെ പ്രവൃത്തികളിലൊന്നും സ്ത്രീത്വമില്ല. അതിരൂക്ഷയായ കൊടിയ രാക്ഷസിയാണിവൾ. അവളെ വധിക്കുന്നത് കൊണ്ട് ഒരു പാപവും ഇല്ല. ജനദ്രോഹവും ഹിംസയും നരമാംസ ഭോജനവും ചെയ്യുന്ന ഇവൾ സ്ത്രീയാണെന്ന് വിചാരിച്ച് അവളെ കൊല്ലാതിരിക്കുന്നതാണ് പാപം. ഭൂമിദേവിയെ ആക്രമിക്കാൻ മുതിർന്ന വിരോചനപുത്രിയായ കുമതി എന്ന മന്ധരയെ പുരന്ദരൻ പണ്ട് വധിച്ചില്ലേ? സ്വന്തം മാതാവായ രേണുകയെ പരശുരാമൻ വധിച്ചില്ലേ? അതെല്ലാം അധർമ്മങ്ങളായ ആരെങ്കിലും പഴിച്ചിട്ടുണ്ടോ? ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണ് രാജധർമ്മം. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാറില്ല. പോരെങ്കിൽ കുമാരൻ ഇത് സ്വമേധയാ ചെയ്യുന്നതല്ല, എന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുഷ്ടയായ രാക്ഷസിയെ കൊല്ലാനാണ് വിശ്വാമിത്രൻ രാമനോട് ഉപദേശിക്കുന്നത്. താടക രാക്ഷസിയാണ്, കൊടും ക്രൂരയാണെങ്കിലും അവരൊരു സ്ത്രീയാണ് എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ അവരെ വധിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ ഒന്ന് പ്രയാസപ്പെട്ടു. അപ്പോഴാണ് വിശ്വാമിത്രൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സങ്കോചം മാറ്റിയത്. ഇത് കേട്ടപാടെ തന്നെ ശ്രീരാമൻ തൻ്റെ വില്ലെടുത്തു. അതിൻ്റെ ഞാണൊന്ന് വലിച്ചു വിട്ടു. ആ ചെറു ഞാണൊരു ശബ്ദം ആ ഭയങ്കരമായ വനത്തെ മുഴുവനും ശബ്ദായമാനമാക്കി. ഭയങ്കരമായി ഇടിവെട്ടുന്ന ആ ശബ്ദം കേട്ട് ഗാഠനിദ്രയിൽ ആണ്ടുകിടന്ന താടക ഞെട്ടിത്തരിച്ചെണീറ്റു. അസ്ഥിമാലകൾ കൊണ്ട് അലങ്കരിച്ച പർവ്വതാകാരമായ ഭീഭത്സ ശരീരവും നെരിപ്പോടുകൾ പോലെ ഉരുട്ടിമീഴ്ച വട്ടക്കണ്ണുകളും കരാളമായ ദംഷ്ട്രകളും കരിമ്പന പോലുള്ള കരചരണങ്ങളും കൂടി ചേർന്ന ഭയങ്കര സത്വം രാജകുമാരന്മാരുടെയും ഋഷിയുടെയും പുരോഭാഗത്തെത്തി. ഭയാനകമായ അട്ടഹാസം കൊണ്ട് ബീഭത്സമായ കാഴ്ച കൊണ്ട് അവൾ ആരെയും ഭയപ്പെടുത്തി. ആ രാക്ഷസിയെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അറപ്പും വെറുപ്പുമാണ് ഉണ്ടായത്. അങ്ങനെ വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തീക്ഷ്ണമായൊരു ബാണമെടുത്ത് വില്ലിൽ തൊടുത്തു. താടകയുടെ വിശാലമായ മാർവിടത്തെ ലക്ഷ്യമാക്കി അസ്ത്രമയച്ചു. ആ അസ്ത്രം മാറിൽ തറച്ച് കാറ്റടിച്ച് പർവ്വതം എന്നോണം താടക മറിഞ്ഞു വീണു. താടക മരിച്ചു വീഴുന്നതോടൊപ്പം അവരുടെ ശരീരത്തുനിന്നും അഭൗതികമായിട്ടുള്ള ഒരു തേജസ് ആകാശത്തേക്ക് ഉയർന്നു. അത് ഒരു സൂക്ഷ്മ ശരീരിയായ യക്ഷിയുടെ ആത്മാവായിരുന്നു. താടകയുടെ ശരീരത്തിൽ ഇരുന്ന ആത്മാവ് ഒരു യക്ഷിയുടെ ആത്മാവാണ് ആ താടകയുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ പൂർവ്വജന്മം ഒരു യക്ഷിയായിട്ടായിരുന്നു. ആ കഥ കൂടി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യക്ഷന്മാരുടെ കുലത്തിൽ ജനിച്ച ഒരു യക്ഷിയായ താടക പിന്നീട് രാക്ഷസിയായി മാറുകയായിരുന്നു. അത് അഗസ്ത്യമുനിയുടെ ശാപത്താൽ ആയിരുന്നു. സുകേതു എന്ന ഒരു യക്ഷരാജാവിൻ്റെ പുത്രിയായിരുന്നു താടക. 1000 ആനകളുള്ള ബലമുള്ള ഒരു പുത്രൻ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുവെങ്കിലും ബ്രഹ്മാവിനോടാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ നാക്ക് തെറ്റി പുത്രിയായിപ്പോയി. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഒരു പുത്രി ഉണ്ടായത്. അമിത ബലശാലിയായ ആ പുത്രിക്ക് താടക എന്ന് അദ്ദേഹം പേരിട്ടു. യൗവനയുക്തയായപ്പോൾ അവരെ സുന്ദൻ എന്നാള് വിവാഹം ചെയ്തു. അതിൽ മാരീചൻ എന്നും സുബാഹു എന്നും 2 പുത്രന്മാരുണ്ടായി. എന്നാൽ അഗസ്ത്യ മുനിയെ അധിക്ഷേപിച്ചതിന് താടകയുടെ ഭർത്താവിനെ അദ്ദേഹം ശപിച്ച് ഭസ്മാക്കി. എന്നാൽ വിധവയായി തീർന്ന താടകയ്ക്ക് അഗസ്ത്യ മുനിയോട് കലശലായിട്ടുള്ള ദേഷ്യം. അങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ രതിക്രീഡ ചെയ്ത് അദ്ദേഹത്തെ വധിക്കാനായി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തുകയാണ് താടക. അവരെ മനസ്സിലാക്കുകയും അത് കണ്ട് ക്രുദ്ധനായി തീരുകയും ചെയ്ത മുനി അവരെയും മക്കളെയും രാക്ഷസരായി തീരട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. അങ്ങനെ രാക്ഷസി ആയി മാറുന്ന താടക രാജാവായ രാവണന്റെ ബന്ധുവർഗത്തിൽ പെടുകയാണ്. അങ്ങനെ രാവണൻ അവളെയും അവളുടെ മക്കളെയും സ്വീകരിക്കുകയാണ് തൻ്റെ കുലത്തിലേക്ക്. രാമബാണങ്ങൾ ഏറ്റതോടെ ശുദ്ധിയാക്കപ്പെട്ട താടക വീണ്ടും യക്ഷിയായി യക്ഷലോകത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. മടങ്ങും മുമ്പ് സർവാഭരണ വിഭൂഷിതയായി താടക എന്ന സുന്ദരിയായ യക്ഷി രാമചന്ദ്രന്റെ തൃപ്പാദങ്ങളിൽ വീണ് വാഴ്ത്തി സ്തുതിച്ചിട്ടാണ് അവർ തൻ്റെ ഗന്ധർവ ലോകത്തേക്ക് പോകുന്നത്. അതിനുശേഷം
വിശ്വാമിത്രൻ ശൈവദത്തമായ പല ദിവ്യ അസ്ത്രവിദ്യകളും രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ചാപവിമുക്തമായ ശരങ്ങളെ തിരിച്ച് സമാഹരിക്കാനുള്ള വിദ്യ വിശ്വാമിത്രൻ രാമന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇനി അസ്ത്രവിദ്യയിൽ നിങ്ങളെ ജയിക്കാൻ ത്രിലോകങ്ങളിലും ആരും കാണുകയില്ല. നിങ്ങൾ അയക്കുന്ന ഒരു അമ്പു പോലും പാഴാകുകയുമില്ല. ഇങ്ങനെ ഉള്ളു നിറഞ്ഞ വാത്സല്യത്തോടുകൂടി വിശ്വാമിത്രൻ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നുണ്ട്. താടകാവധം കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ രാമലക്ഷ്മണന്മാരോടൊത്ത് വാൽമീകി മഹർഷി ചെന്നെത്തുന്നത് ഗോമതി നദീതീരത്താണ്. അപ്പോൾ ഗോമതി നദിയെ കാണുമ്പോൾ വിശ്വാമിത്രൻ ഒരു മാത്രം നോക്കി നിൽക്കുമ്പോൾ രാമലക്ഷ്മണന്മാർ ചോദിക്കും, എന്താണ് ഈ നദിയുടെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയുന്നുണ്ട്, ഈ നദി എൻ്റെ സഹോദരിയാണ്. അപ്പോൾ രാമലക്ഷ്മണന്മാർ അതിശയിക്കുന്നു, ഈ ഗോമതി നദി അങ്ങയുടെ സഹോദരിയാണെന്നോ? അപ്പോൾ ആ കഥയും വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗോമതി നദിയുടെ ഉത്ഭവത്തിൻ്റെ ആ കഥ. അതായത് വിശ്വാമിത്രൻ്റെ പിതാമഹനായിട്ടുള്ള കുശനാഭൻ, അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ, ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടൊരു യാഗം നടത്തി. അങ്ങനെയാണ് വിശ്വാമിത്രൻ്റെ അച്ഛനായ ഗാധി എന്ന പുത്രൻ ജനിക്കുന്നത്. ഗാധിക്ക് 2 മക്കൾ ജനിച്ചു, വിശ്വാമിത്രനും സത്യവതി എന്ന ഒരു സഹോദരി. ഈ സത്യവതിയെ തന്നെയാണ് കൗശികി എന്നും വിളിക്കുന്നത്. കൗശികിയെ ഭൃഗുപുത്രനായ ഋചീകനാണ് വിവാഹം കഴിച്ചത്. ഈ സത്യവതിയുടെയും ഋചീകന്റെയും പുത്രനാണ് ഭാർഗവരാമന്റെ അച്ഛനായിട്ടുള്ള ജമദഗ്നി മുനി. ഒരിക്കൽ ഈ ഋചീകൻ ബ്രഹ്മദേവനെ കാണാനായിട്ട് സത്യലോകത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കാനായിട്ട് സത്യവതിക്ക് ഒരിക്കലും സാധിച്ചില്ല. അങ്ങനെ പുത്രനായ ജമദഗ്നിയെ പോലും ഉപേക്ഷിച്ചിട്ട്, അതായത് ജമദഗ്നിയോട് പോലും പറയാതെ തൻ്റെ ഭർത്താവായ ഋചീകനെ കൗശികി അല്ലെങ്കിൽ സത്യവതി അനുഗമിച്ചു. എന്നാൽ മാർഗമധ്യേ മഹർഷി പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പത്നി തന്നെ അനുഗമിക്കുന്നതായിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ തന്നോട് പറയാതെ, തന്നോട് ചോദിക്കാതെ തന്നെ അനുഗമിക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ ഋചീകൻ രോഷാകുലനായി. ഇഷ്ടം പോലെ ഗമിക്കുന്ന നീ ഇഷ്ടം പോലെ ഒഴുകുന്ന ഒരു നദിയായി തീരട്ടെ എന്ന് പെട്ടെന്നുള്ള കോപത്താൽ അദ്ദേഹം അവരെ ശപിച്ചു. അങ്ങനെ ആ ശാപം നിമിത്തമാണ് സത്യവതിയായ കൗശികിയുടെ ഒരു അംശം ഗോമതി എന്ന ഒരു പുണ്യ മന്ദാകിനിയായി തീർന്നത്. അപ്പോൾ വാസ്തവം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ സഹോദരിയായ കൗശികിയാണ്. ഈ ഗോമതി നദി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയാണത്. അങ്ങനെ ഗോമതി സരിയു സംഗമസ്ഥാനം എപ്പോഴും ഒരു പുണ്യ തീർത്ഥമായി പരിഗണിക്കപ്പെടുന്നുവെന്നും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ താടകാവധം കഴിഞ്ഞു, ഗോമതി നദിയുടെ കഥ കേട്ടു. എല്ലാം കഴിഞ്ഞവര് സിദ്ധ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് വിശ്വാമിത്രൻ തൻ്റെ യജ്ഞം നടത്തുന്നത്. ഇനി ബാക്കി കഥ അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തുടർന്നും കഥ പറയാനുള്ള നിയോഗം എനിക്കും ലഭിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ജയ ജയ ശ്രീറാം.